നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിറംകെട്ട വിജയത്തിന് പിന്നാലെ ബി.ജെ.പിയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ജെ.പി. നദ്ദ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നുള്ള സൂചനകൾ വരുന്നു. നദ്ദയ്ക്ക് പകരം ശിവരാജ് സിംഗ് ചൗഹാൻ പാർട്ടി അധ്യക്ഷനാകുമെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കമാണ് ഇപ്പോൾ വരുന്നത്. 400 സീറ്റ് പ്രതീക്ഷിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി.ജെ.പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടി എത്തിയിരിക്കുന്നത്. അത് പാർട്ടി സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ ബി.ജെ.പി. സ്ഥാനമൊഴിയുന്ന ദേശീയ അധ്യക്ഷനെ രാജ്യസഭാ നേതാവാക്കുമെന്ന അടക്കമുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിനിടെ പുതിയ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബി.ജെ.പി. എം.പിമാരുടെ യോഗം ഡൽഹിയിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. ബി.ജെ.പി. ആസ്ഥാനത്ത് യോഗം ചേർന്ന് കൃത്യമായി അവർ എം.പിമാരുടെ യോഗത്തിൽ കൃത്യമായി പ്രധാനമന്ത്രി ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിനകത്ത് രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെ തന്നെയാണ് അത്തരത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശനിയാഴ്ച 3ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ വേണ്ടി തന്നെയാണ് മോദി ബി.ജെ.പിയുടെ നീക്കം. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ ചേരുന്ന NDA എം.പിമാരുടെ യോഗത്തിൽ ഇന്ന് മോദിയെ പാർലമെൻ്ററി നേതാവായി തിരഞ്ഞെടുക്കപ്പെടും. അതേസമയം തന്നെ പ്രധാന സഖ്യകക്ഷികളായിട്ടുള്ള TDP-യുമായും JDU-യുമായിട്ടുള്ള നേതാക്കൾ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പീയൂഷ് ഗോയലാണ് ചന്ദ്രബാബു നായിഡുമായിട്ടൊക്കെ ആദ്യഘട്ട ചർച്ചകളൊക്കെ നടത്തിയിരുന്നത്. 3ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെ അടക്കം ക്ഷണിച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ പ്രസിഡന്റായിട്ടുള്ള റെനിൽ വിക്രം സിംഘയെയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെയും മോദി ശനിയാഴ്ചത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോദിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് ലഭിച്ച ക്ഷണം വിക്രം സിംഘയും സ്വീകരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ലങ്കൻ പ്രസിഡന്റിൻ്റെ മാധ്യമ വിഭാഗം ഇതിനെക്കുറിച്ച് തന്നെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഭൂട്ടാൻ രാജാവുമായിട്ടും നേപ്പാളിൻ്റെയും മൗറീഷ്യസിൻ്റെയും പ്രധാനമന്ത്രിമാരുമായിട്ടൊക്കെ മോദി ഫോൺ മുഖാന്തരം സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവരെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചോ എന്നുള്ള കാര്യം വ്യക്തമല്ല. 2014 പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മാലദ്വീപ് പ്രസിഡന്റും അടക്കമുള്ള എല്ലാ സാർക്ക് രാഷ്ട്ര തലവന്മാരും മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അന്ന് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2019 അയൽ രാജ്യങ്ങളിൽ നിന്നടക്കം 8 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, UK-യുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഋഷി സുനക് എന്നിവരും ടെലിഫോണിൽ ഇപ്പോൾ മോദിയെ വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. 3ാമതും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന മോദിയെ. അപ്പോൾ ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് തന്നെ കഷ്ടിച്ചാണ് എന്ന് പറയേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ നിറംകെട്ട ഒരു തോൽവി ഉണ്ടാക്കിയെടുത്തത് ബി.ജെ.പിക്കുള്ളിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അധ്യക്ഷനെ മാറ്റുകയും പകരം അവിടേക്ക് ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ബി.ജെ.പിയുടെ നിറം മങ്ങിയ ഇത്തരത്തിലുള്ള പ്രകടനത്തിന് കാരണം ജെ.പി. നദ്ദയുടെ RSS പരാമർശം അടക്കമുള്ള കാര്യങ്ങളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല പല മുൻ എം.പിമാരെ അടക്കം മാറ്റി മന്ത്രിമാരെ രണ്ട് മന്ത്രിസഭകളിലുണ്ടായിരുന്ന പല മന്ത്രിമാരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം നടത്താൻ ശ്രമിച്ചു. വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള പല നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടനം നടത്താൻ ശ്രമിച്ചു. അതൊക്കെ വലിയ തിരിച്ചടിയായി ബി.ജെ.പിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ അഴിച്ചുപണി ഉണ്ടാക്കി ശക്തമായ ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ശിവരാജ് സിംഗ് ചൗഹാനെ ദേശീയ അധ്യക്ഷനായിട്ട് ബി.ജെ.പിയുടെ നേതാവാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് ഇനി ബി.ജെ.പിക്കുള്ളിൽ നടക്കാൻ പോകുന്നത്.